ഓം ശാന്തി. ബാബയുടെ പ്രകാശരത്നങ്ങളായ ഹൃദയ സിംഹാസനധാരികളായ എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഈ പുതുവർഷത്തിൻ്റെ വളരെയധികം ശുഭകാമനകളും ആശംസകളും നേരുന്നു. പുതുവർഷം ആരംഭിക്കുന്നതിനനുസരിച്ച് നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു സങ്കല്പമുണ്ടാകുന്നു: ഈ പുതുവർഷത്തിൽ നമുക്ക് എന്ത് പുതുമ കൊണ്ടുവരാം? സ്വപുരുഷാർത്ഥത്തിനായും സേവനത്തിനായും ഈ മുഴുവൻ ഈശ്വരീയ പരിവാരത്തിൻ്റെ സംഘടനയെ ഏകതയുടെ ചരടിൽ കോർക്കുക എന്ന ഈ സങ്കല്പം എല്ലാവരുടെയും മനസ്സിൽ വരുമല്ലോ. നമുക്ക് വർത്തമാന സമയത്തെ ബാബയുടെ മഹാവാക്യത്തിനനുസരിച്ച്, അവ്യക്ത സൂചനയ്ക്കനുസരിച്ച് ബാബ പറയാറുണ്ടല്ലോ, വർത്തമാന സമയം, ഈ സംഗമയുഗി സമയം ശേഖരിക്കാനുള്ള സമയമാണ്. തൻ്റെ സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കുക, ശേഖരിക്കുക. ബാബ വളരെ സുന്ദരമായ ശബ്ദങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. 2 സമ്പത്ത് നമുക്കിപ്പോൾ വളരെയധികം ആവശ്യമാണ്. 1 നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പത്ത്, 2 ശാന്തിയുടെ സമ്പത്ത്. സംസ്കാരം എന്ന് പറയുമ്പോൾ തൻ്റെ വാക്കുകളും കർമ്മവും ഉൾപ്പെടും. അതുപോലെ ശാന്തി എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പലതവണ ഈ ഒരു ചിന്ത ഉണ്ടാകാറുണ്ട്, രണ്ടും എങ്ങനെ സംഭവ്യമാകും ഒരുമിച്ച്? എന്നാൽ ബാബ സദാ നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു പ്രേരണയാണ് നൽകുന്നത്: മനസ്സ വാച കർമ്മണ, 3 സേവനവും ഒരുമിച്ച് ചെയ്യണമെന്ന്. അതിനായി എത്രത്തോളം നാം മനസ്സിൽ നിന്നും മറ്റുള്ളവരെ പ്രതി ശുഭഭാവന, ശുഭകാമന വയ്ക്കുന്നുവോ, വാക്കുകൾ വരദാനിയാകുന്നു, കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് സഹയോഗം നൽകുന്നുവോ, ഇപ്രകാരത്തിലുള്ള സേവനം ചെയ്യുന്നതിലൂടെ തൻ്റെ സമ്പാദ്യം വളരെയധികം ശേഖരിക്കാൻ സാധിക്കും. തൻ്റെ സ്വപുരുഷാർത്ഥത്തിലും ഓരോ ദിവസം കൂടുന്തോറും ശാന്തിയുടെ ശക്തി ശേഖരിക്കാൻ കഴിയും. ശാന്തിയിലിരിക്കുമ്പോൾ എന്തെല്ലാം സങ്കല്പമാണോ ഉൽപ്പന്നമാകുന്നത്, അത് വളരെയധികം ശുദ്ധമായിരിക്കും. അതുമാത്രമല്ല, എന്താണോ ഡ്രാമയിൽ സംഭവിക്കാൻ പോകുന്നത്, ആ സംഭവമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള സങ്കല്പമായിരിക്കും വരുന്നത്. അതിനായി ഈ വർഷം നമുക്കെല്ലാവർക്കും ഓരോ കാര്യത്തിലും ശാന്തിയുടെ ശക്തി പ്രയോഗം ചെയ്തു നോക്കാം. പരസ്പര വിശ്വാസം, അതുപോലെ ബ്രാഹ്മണ സംഘടനയുടെ ഏകത, വിശ്വത്തിലേക്ക് മുഴുവനായും സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ശാന്തിയുടെ ശക്തി കൂടുതൽ പ്രയോഗം ചെയ്തു നോക്കാം. അതിനോടൊപ്പം ഈ ഒരു ലക്ഷ്യം വയ്ക്കൂ: ഈ വർഷം ഓരോ ആത്മാവിനും ഈശ്വരീയ സന്ദേശം ലഭിക്കട്ടെ. അതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ലക്ഷ്യം ബാബയ്ക്ക് സമാനമാകണം, ബാബയെ പ്രത്യക്ഷപ്പെടുത്തണമെന്നുള്ള ലക്ഷ്യം നമുക്ക് തീർച്ചയായിട്ടും പൂർത്തീകരിക്കാം. ഇങ്ങനെ ഒരു ശുഭഭാവന എല്ലാവരും വെച്ചുകൊണ്ട് നമുക്ക് പുതുവർഷം ആരംഭിക്കാം. ഈ വർഷം മുഴുവനായും ഓരോ പ്രകാരത്തിൽ സ്വയത്തെ സമ്പന്നമാക്കി വയ്ക്കാം. അതുപോലെ തന്നെ കർമാതീത അവസ്ഥയും പ്രാപ്തമാക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെയധികം ശുഭകാമനകൾ മനസ്സുകൊണ്ട് നൽകുകയാണ്. അതിനോടൊപ്പം ബാബയുടെ സ്നേഹസ്മരണയും എല്ലാവരും സ്വീകരിക്കണം. ഓം ശാന്തി.